പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ഈയിടെ കുവൈറ്റിൽ തങ്ങളുടെ വീട്ടുതൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ഫിലിപ്പൈൻസ് എംബസിയുടെ നടപടി ഒരേ സമയം വിമർശിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഒരു രാജ്യം അവരുടെ ജനതയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നത് എന്നതിന് ഒരു ഉദാഹരണമായാണ് പ്രവാസ ലോകം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പ്രശ്നത്തിലകപ്പെട്ട നമ്മുടെ പ്രവാസികൾക്കായി ഒരു ചിരവിരലെങ്കിലും അനക്കാൻ കേന്ദ്ര ഭരണകൂടം തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള 2.5 കോടിയോളം വരുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നിഷേധിക്കാൻ കേന്ദ്ര നീക്കം. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലും മധ്യപൂർവ്വ ദേശത്തും ഈയടുത്ത് നടത്തിയ സർവേകളിൽ പ്രവാസി വോട്ടുകൾ BJPക്ക് എതിരാകുമെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് വിദേശ ഇന്ത്യക്കാരുടെ പൗരാവകാശ നിഷേധനത്തിലുള്ള ആസൂത്രിത പദ്ധതിയെന്നും സൂചനയുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ശരാശരി 18,000 പ്രവാസി വോട്ടുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഈ വോട്ടുകൾ പലയിടത്തും വിധി നിർണായകമാകുമെന്നതിനാലാണ് പരമാവധി പ്രവാസികളെ വോട്ട് ചെയ്യിക്കാതിരിക്കാനാണ് പദ്ധതി. ഇതിനു വേണ്ടിയാണ് വിദേശത്തുള്ളവർക്ക് പ്രോക്സി വോട്ട് ചെയ്യാൻ പാകത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രം ആലോചിക്കുന്നത്. നാട്ടിലുള്ള മറ്റേ ആരെയെങ്കിലും അധികാരപ്പെടുത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രോക്സി വോട്ട് സമ്പ്രദായത്തോട് പ്രവാസികൾക്ക് പരക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രോക്സി വോട്ടുകൾ വിലയ്ക്ക് വാങ്ങി യഥാർത്ഥ ഫലം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയാണ് പ്രവാസികൾക്കുള്ളത്. താമസരേഖ പുതുക്കുന്നതിനും പുതിയ കമ്പനികളിൽ ജോലി നേടുന്നതിനും കുവൈറ്റ് ഗവൺമെന്റിന്റെ പബ്ലിക് മാൻ പവർ അതോറിറ്റി ഏർപ്പെടുത്തിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ മറികടക്കാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമെന്ന് കേന്ദ്ര മാനവ വികസന ക്ഷേമ മന്ത്രി പ്രകാശ് ജാവേദ്കർ കുവൈറ്റിൽ നിന്നും എത്തിയ വിവിധ എഞ്ചിനീയറിംഗ് സംഘടനാ പ്രതിനിധികൾക്ക് ഉറപ്പു നൽകി. പാർലമെന്റ് അംഗങ്ങളായ ഡോക്ടർ PK ബിജു, MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കുവൈറ്റിലെ വിവിധ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ സംഘടനാ പ്രതിനിധികളായ AR ഷംനാഥ്, P സേതുമാധവൻ, G ശ്രീകുമാർ എന്നിവർ കേന്ദ്രമന്ത്രിയുമായി ഏപ്രിൽ 2-ാം തീയതി നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ ഉറപ്പു നൽകിയത്. എഞ്ചിനീയർമാർ തങ്ങളുടെ കുവൈറ്റിലെ താമസരേഖ പുതുക്കുന്നതിനും താമസരേഖ പുതിയ സ്പോൺസറുടെ അടുത്തേക്ക് മാറ്റുന്നതിനും കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും സമ്മതപത്രം നേടണമെന്ന് മാർച്ച് 11-നാണ് കുവൈറ്റ് ഗവൺമെന്റിന്റെ പബ്ലിക് മാൻ പവർ അതോറിറ്റി നിർദ്ദേശം നൽകിയത്. കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരമുള്ള കോളേജുകൾക്കും ബിരുദങ്ങൾക്കും മാത്രമേ NOC നൽകൂ എന്ന നിബന്ധന കുവൈറ്റിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഇരുട്ടടിയായി മാറുകയാണ് ചെയ്തത്. ഏഴര വർഷം മുമ്പ് സൗദി അറേബ്യയിൽ സക്കാക്ക എന്ന സ്ഥലത്ത് ലോണ്ടറി ജോലിക്കായി പോയതാണ് അബ്ദുൾ ജബ്ബാർ. കഴിഞ്ഞ 6 മാസമായി വീട്ടിലേക്ക് ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാശ് അയച്ചു കൊടുക്കുകയോ ഇദ്ദേഹം ചെയ്തിട്ടില്ല. എന്നാൽ 7.5 വർഷം മുമ്പേ പോയ അദ്ദേഹം നാട്ടിലേക്ക് ഇതുവരെ തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും ഏറ്റവും വലിയ വിഷമം. അതിനുള്ള കാരണം എന്താണെന്നും അദ്ദേഹത്തിനെ ഒന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് പ്രവാസ ലോകത്തേക്ക് എത്തിയിരിക്കുന്നത്. 3 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരും എന്ന വാക്കല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ജബ്ബാർ നാട്ടിലെന്തായിരുന്നു പണി? അതിന് ഇപ്പോൾ 26 വർഷമായി പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ 26 വർഷമായിട്ട് പോയി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ? അല്ല, അതിനുള്ളിൽ ആകെ 4 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പൊ മൂത്ത മോളെ കല്യാണത്തിന് വന്നാണ് 8 വർഷം മുന്നേ. ഇന്നേക്ക് 8 വർഷമായി മൂത്ത മോളെ കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് പോയതാണ്. അതിനുശേഷം 2ാമത്തെ മോളെ കല്യാണം കഴിഞ്ഞു. അതിന് വന്നില്ല. അവൾക്ക് 2 കുട്ടികളായി. മൂത്തവൾക്ക് 1 കുട്ടിയായി. മൂത്തവളിപ്പോ ഖത്തറിൽ ഭർത്താവിന്റെ കൂടെ ഉണ്ട്. പൈസ ഒക്കെ അയച്ചിട്ട് ഇപ്പൊ 5-6 മാസമായി. എന്താണ് ജോലി? ലോണ്ടറി കടയിലാണ്. ആ ജോലി അറിയുള്ളൂ. അത്ര അറിവ് എനിക്കുള്ളൂ. പറഞ്ഞു കേട്ടറിവ്. ആകെ കൂടിയിട്ട് ഒരു ഫോൺ നമ്പർ ഉള്ളു. അതിൽ അടിച്ചു കഴിഞ്ഞിട്ട് 24 മണിക്കൂർ ഇരുന്ന് നമ്മൾ അടിച്ചാലും അതിനൊരു മറുപടി ഇല്ല.
ആളെങ്ങനെയുള്ള ആളാ? വീടൊക്കെ നോക്കണ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. 6 മാസം വരെ കാശ് അയച്ചിട്ടുണ്ട്. വീടൊക്കെ നോക്കണ ആളൊക്കെ തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയണില്ല. എന്നാലും കുറച്ചൊരു ചൂട് കുറവൊക്കെ ഉണ്ട്. ഇയാളെത്തല്ല പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടുവിനാ? പ്ലസ് ടു കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിട്ട് പോയതാ. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. അപ്പോ ഇനി മതി അവിടെ പെട്ടെന്ന് നാട്ടിലേക്കൊന്ന് എത്തിക്കാനുള്ള ഒരു ഇത് ചെയ്തു തരിക. ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. വീടുണ്ട് സ്വന്തമായിട്ടൊരു 4 സെന്റ് സ്ഥലവും ഒരു വീടുണ്ട്. അതിപ്പോ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 5 ലക്ഷം. അത് അടക്കാതെ വന്നിട്ട് പിന്നെ ജപ്തി വന്നു. അങ്ങനെ ഞാൻ അഡ്വക്കറ്റിനെ വെച്ച് ഇതാക്കി. അതിപ്പോ അടച്ചു തീർത്തത് ഇപ്പോ മൂത്ത മരുമകനാണ്, അല്ലാണ്ട് ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. 10-15 ലക്ഷത്തിന്റെ അടുത്ത് ഇപ്പോ വന്നിട്ടുണ്ട്. അതിപ്പോ അവനാണ് ചെയ്തിട്ടുള്ളത്, മൂത്ത മരുമകൻ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇന്നായിട്ട് പ്രശ്നമൊന്നുമില്ല. കുട്ടികളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, അതോ പൊതുവെ അങ്ങനെയുള്ള ഒരാളാണോ? പൊതുവെ അങ്ങനെയുള്ള ആളല്ല. പക്ഷേ ഈ സ്പോൺസർ ഒരു കാര്യമാണ് കുറച്ച് മുമ്പ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ സ്പോൺസർ? ആണ് സ്പോൺസർ. ആരാ സ്പോൺസർ? പേര് സലാം എന്നാണ് പേര്. എവിടുത്തെ? സക്കാക്കാരൻ തന്നെ, അറബിയാണ്. ആളൊരു പ്രശ്നം പറഞ്ഞു, ആള് വിടണില്ല, ആളെ പാസ്പോർട്ട്. അതാണ് കുറച്ച് മുമ്പ് വരെ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീടൊന്നുമില്ല. പാസ്പോർട്ടാ? പാസ്പോർട്ട് ആളെ കയ്യിലാണ്. പിന്നെ ഇക്കാമയുടെ എന്തോ പ്രശ്നമുണ്ട്, വിസയുടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഒന്നും അങ്ങനെ പറയണില്ല, എന്നെ വിളിക്കാറില്ല പറയാൻ. 2ാമത്തെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. എവിടെ കേട്ടിട്ടുള്ളത്? അത് മണത്തില. അത് കുഴപ്പമില്ല. അതൊരു പ്രേമായിരുന്നു. അപ്പൊ വരാൻ പറഞ്ഞ് അതിനും വന്നില്ല. 2ആൾക്ക് പഠിപ്പുണ്ട്, ഒരാൾക്ക് ജോലിയായി. പക്ഷെ ഇവനിക്ക് വേണം, ആളെ വേണം. എനിക്കും വേണം. പ്രധാനമായിട്ട് ഇവനാണ് പ്രശ്നം. മാമിനടുത്താ അതോ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. വരുമ്പോ റിയാദിൽ വന്നിട്ട് വരാറ്. റിയാദിലോ ദമാമിലോ വന്നിട്ട് വരിക. അബ്ദുൽ ജബ്ബാർ നമ്മളെ നാട്ടുകാരനാ. ഞാൻ നിങ്ങളെ നാട്ടുകാരനാ. ആളെ വീട് ചേലക്കരയാണ്. എന്റെ വീടാണ് ഇവിടെ. നിങ്ങളെ വീടാണ് അല്ലേ? നിങ്ങള് 100% ഒരു മോശക്കാരനാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അവിടുത്തെ ജീവിത സാഹചര്യവും ചെറിയ ശമ്പളവും ചെറിയ ജോലിയും ഒക്കെ കൂടെ ഉള്ള ഒരു ജീവിത പരിസരം ഉണ്ടല്ലോ, അതെനിക്കറിയാം. ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ, ഇങ്ങനെ കുടുംബവുമായി വേറിട്ട് പോകുന്ന അനുഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അതിൽപ്പെടുന്ന ഒരാളാണ് നിങ്ങളും. നിങ്ങൾ ആദ്യകാലത്തൊക്കെ കുടുംബത്തിനെ സഹായിക്കാനും മറ്റും കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടാവും. പിന്നീട് മെല്ലെ 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 കിട്ടുമ്പോൾ എന്തെങ്കിലും അയച്ചു എന്നുള്ള നിലയിലേക്ക് പോകുന്നു. 2 മക്കളെ കല്യാണം കഴിച്ചു. കുറച്ച് പണയം ഉണ്ടായിരുന്നത് മരുമകൻ ഇത് ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ പറയുന്നത്. ഒരു തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പരാതിയുടെയോ ഒരു വിഷയവുമായിട്ടല്ല നിങ്ങളെ ഭാര്യ വന്നിട്ടുള്ളത്. നിങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കണമെന്ന് ഉള്ളതാണ് അവരുടെ ആവശ്യമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചത്. അബ്ദുൽ ജബ്ബാർ വരലാണ് ഉത്തമമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോനെന്താ പറയാനുള്ളത്? പറ. വിളിക്കാറുമില്ല, പ്രശ്നമാണ്. അപ്പോൾ ആളെ നാട്ടിലേക്ക് എത്തിക്കാന്നുള്ള നിലക്കുന്നുണ്ട്.
3 പേരക്കുട്ടികളായി. മൂത്ത മോളത് 5 വയസ്സാവാറായി. രണ്ടാമത്തെ മോൾക്ക് 2 കുട്ടികളായി. അതൊന്നും കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. എൻ്റെ വീട് പോലും കണ്ടിട്ടില്ല, ഉണ്ടാക്കിയ വീട് പോലും കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ആഗ്രഹം ഉണ്ടാവും. രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല. മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 50 പവൻ കൊടുത്ത്. അതാണ് ഇപ്പം അങ്ങോട്ട് തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ ആ വീട് സ്വന്തമാക്കി എടുത്തിരിക്കണം. 45 പവൻ വാങ്ങിച്ച് 5 ലക്ഷം രൂപ അവന് അയച്ച് മരുമകൻ. അവനവിടെ അക്കൗണ്ടിങ് മാനേജറാണ് ഖത്തറിൽ. ഇപ്പോൾ 6-7 മാസമായി മോൾക്ക്. അവൾ B.Ed എടുത്തിട്ടായിരുന്നു, ടീച്ചറായിട്ട് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് മൂത്തോൾക്ക്. അപ്പം ആ ഒരു ഇതിൽ കാണുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞു പോണു. പക്ഷെ അവരെങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ എന്തിനുള്ളൊരു പരിധിയില്ലേ ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ. എന്തായാലും ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. അല്ലാണ്ട് മറ്റുള്ള ഒരു ദുഷിച്ച വർത്തമാനമൊന്നും അല്ല ഇവർ പറയുന്നത്. ന്യായമായ കുടുംബപരമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ദീർഘകാലമായിട്ട് വീടുമായിട്ട് ബന്ധം കുറവാണ് എന്നുള്ളതാണ്. ബന്ധമുണ്ട്, പക്ഷെ കഴിയുന്നതും വേഗം വരിക, നാട്ടിൽ നിൽക്കുക. മക്കളൊക്കെ കുറച്ചും കൂടി വിദ്യാഭ്യാസവും ഇതൊക്കെ നേടുന്ന രീതിയിലാണ്. മകൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, പിന്നെ +2 പഠിക്കുന്നുണ്ട്. അതൊക്കെ ഗുണകരമായ ഒരു അവസ്ഥയല്ലേ അബ്ദുൽ ജബ്ബാർ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രവാസ ലോകം പ്രവർത്തകരും അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ മനസ്സിലാക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷമവും കൂടി മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അബ്ദുൽ ജബ്ബാർ എന്തായാലും വരിക, അതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. ഓക്കെ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളെ സമീപിച്ച സാലി കുട്ടപ്പന്റെ ദുരവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. എംബസിയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ കൈമലർത്തിയപ്പോൾ നവയുഗത്തിന്റെ മുന്നണി പ്രവർത്തകയായ മഞ്ജു മണിക്കുട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടി തുണയായി എത്തിയത്. അതീവ ഗുരുതരമായ രോഗാവസ്ഥയിലാണെങ്കിൽ കൂടി സാലി തന്റെ വിവരങ്ങൾ ഞങ്ങളോടൊപ്പം നേരിട്ട് അറിയിക്കാൻ വേണ്ടി പ്രവാസ ലോകത്തിലെത്തിയിരിക്കുകയാണ്. സൗദിയിൽ ഇപ്പോൾ 9 മാസം നിന്നിരുന്നു. സൗദിയിൽ 9 മാസം നിന്നിരുന്നു. അതിന് മുൻപ് കുവൈറ്റിലുണ്ടായിരുന്നു 24 വർഷം. 24 എക്സ്പീരിയൻസ് ആണല്ലോ. ഇറാഖിൽ പോയിട്ടുണ്ടായിരുന്നു. ഇറാഖിലുണ്ടായിരുന്നു, കുവൈറ്റിലുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പോയതാണ് ഹൗസ് മെയ്ഡായിട്ട് എറണാകുളത്ത് ഒരു ഏജന്റ് മുഖേന പോയതാണ്. കണ്ട കാലമൊക്കെ നിന്നിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി വീടൊക്കെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? അവിടുന്ന് 2 മാസമായിട്ട് ഞാൻ ഇവരോട് പറയാനുണ്ടായിരുന്നു എനിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഒരു മാർച്ച് മാസം 5-ാം തീയതി എന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒന്ന് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരോട് പറയുമ്പോൾ ഒന്നും ഇവർ കൊണ്ടുപോവില്ല. അങ്ങനെ 1 മാസം ഞാൻ ഇങ്ങനെ വയ്യാതെ കുറേശ്ശായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാതൊക്കെ വന്നപ്പോഴത്തേന് നമ്മൾ അടിച്ചു വരുന്ന ബ്രഷ് ഇങ്ങനെ കുത്തിയിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എനിക്ക് കൂടുതലായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. 2 ആഴ്ച പറ്റേ കിടന്നുപോയി. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഇവിടെ സാറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, റഫീഖ് സാറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാന ഘട്ടമായപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് നിനക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ റമദാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ തന്നെ ഇട്ടിരുന്നു. 2 ആഴ്ച കൊണ്ടുപോയില്ല. അപ്പോൾ ഈ മുറിക്കകത്ത് തന്നെ ഞാൻ കിടക്കുകയാണ്. ഭക്ഷണവും കഴിക്കാൻ എനിക്കൊന്നും ഉണ്ടാക്കാൻ പോകാൻ പറ്റുന്നില്ല, ബാത്റൂമിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും റഫീഖ് സാറിനെ വിളിച്ചപ്പോഴാണ് എനിക്ക് മണിക്കുട്ടൻ സാറിൻ്റെ നമ്പർ കിട്ടി. മണിക്കുട്ടൻ സാറിൻ്റെ, മഞ്ജു മാഡത്തിൻ്റെ. അങ്ങനെ മഞ്ജു മാഡത്തിനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും 23-ാം തീയതി ഞാൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് ബാഗൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് റോഡിൽ കൂടി വന്നു. പിന്നെ പുറത്ത് വന്നൊരു ടാക്സി കിട്ടി. അങ്ങനെ ടാക്സിയിൽ നേരെ എംബസിയിൽ പോയി. എംബസിയിൽ ചെന്നിട്ട് എംബസിയിൽ നിന്ന് അവർ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. സ്റ്റേഷനിൽ നിന്ന് അവർ സ്പോൺസറെ വിളിച്ചു. സ്പോൺസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയും നിന്നെ ഞാൻ കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, വീട്ടിൽ വരാൻ പറഞ്ഞു. അപ്പം മണിക്കുട്ടൻ സാർ നേരത്തെ അവിടെ നിന്ന് ഒരു പോലീസുകാരനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സുഖമില്ലാതെ വന്നാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും വരുന്നില്ല, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്, ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ ബാഗിലിരുന്ന് എൻ്റെ സാലറി എടുത്തു, 1200 റിയാൽ എടുത്തു. എടുത്തിട്ട് പറഞ്ഞു നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു.
സ്പോൺസർ എടുത്തു. 1200 രൂപ എടുത്തു. 1200 റിയാലും. അപ്പോൾ ഈ എംബസി എന്ത് നോക്കാൻ, അതിനെ പോലീസുകാരെ പഠിപ്പിക്കാനെ കൊണ്ടുപോകണം? ഇല്ല, എംബസിന്ന് അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഈ എംബസി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു നിങ്ങളെ ജയിലിലേക്ക് അയക്കാനാണോ അപ്പോൾ എംബസിയുടെ അടുത്ത് ചെല്ലുന്നത്? ഇല്ല, ജയിലിലേക്കല്ല വിടുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എംബസിയിലല്ലേ പോയത്? അതെ, എംബസിയാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത്. അവർ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുക. അവരങ്ങനെയാണ് അവരുടെ നിയമം എന്നാണ്. അതെന്ത് നിയമം? എംബസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, നമ്മളെ ഇന്ത്യയാണ് എംബസി. അവിടെ അഭയം തേടി വന്നവരെ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ അയച്ച അവരെ ഇഷ്ടത്തിന് സ്പോൺസർ അടുത്ത് കയക്കല്ലേ ചെയ്യേണ്ടത്. ഇവരൊക്കെ എന്താണ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് അങ്ങനെ പിന്നെ അവരെ വേറൊരു സ്ഥലത്തേക്ക് വിട്ടു. അവിടെ നിന്ന് 7 ദിവസം അവിടെ താമസിച്ചു. പിന്നെ മഞ്ജു മാഡം, മണിക്കുട്ടൻ സാറും എന്നും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് പൈസ എടുത്തു അല്ലേ? പൈസ എടുത്തു. പൈസ തന്നിട്ടില്ല. എംബസിയിൽ നിന്ന് വാങ്ങിക്കണം. അവരാണ് 1200 രൂപ കൂട്ടി. ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഈ പൈസ ഇവിടെ വെക്കുക, എനിക്കൊരു സംശയമുണ്ട്, ഇവരെൻ്റെ ബാഗിൽ നിന്ന് എടുക്കുമോ എന്ന് തോന്നുന്നു പറഞ്ഞു. ഇല്ല, അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. സാറിനെ അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവിടെ കിടന്നതിന് ശേഷം 7ാമത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോഴും നടക്കാൻ വയ്യാത്തൊരു സ്റ്റേജായിരുന്നു. അപ്പോഴും ഈ സ്പോൺസർ അവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ കള്ളം പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ വീൽ ചെയറിലാണ് ഫ്ലൈറ്റിൽ കയറ്റിയതും ഇവിടെ വന്ന് ഇറങ്ങിയതും വീൽ ചെയറിലായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് പൈസ ഇല്ലാതെ വന്നു. കാരണം ഇവരെൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവിടുന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഫോൺ തരില്ലായിരുന്നു. അങ്ങനെ നാട്ടിലെത്തി. പിന്നെ റഫീഖ് സാറിനെ വിളിച്ചു, മണിക്കൂട്ടൻ സാറിനെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ബാങ്കിൽ പൈസ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ചെക്ക് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. ഇനി നടക്കാൻ വയ്യാതെ അവിടുത്തെ ഒരു ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി പിന്നെ ചെന്ന് പൈസ എടുത്തിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോകുന്ന ജോലിക്കാർ ഒരു കാരണവശാലും ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോയി ദുബൈ വഴി കയറ്റി വിടുന്നത്, അങ്ങനെ ഒരു ചടങ്ങാണ് ഏജൻസികൾ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും പോകാൻ തയ്യാറാവരുത് എന്നുള്ളൊരു ഇതാണ്. നമ്മൾ ആരുടെ അടുത്ത് അഭയം പ്രാപിച്ച് ചെന്നെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, നിയമപരമായിട്ടല്ല എന്നാണ് അവർ പറയുന്നത്. നോക്കാം നമുക്ക്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. നാട്ടിലെത്തിയില്ല, ഇനി പോകണ്ട. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സ്റ്റാമ്പ് ഇവർ പാസ്പോർട്ടിൽ നിന്ന് ഇളക്കും. പാസ്പോർട്ടിൽ നിന്ന് ഇവർ ഇളക്കിയിട്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ ഡൽഹി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്താ ഡൽഹിയിൽ നിന്ന് പോകണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവിടുന്ന് കുറേ പേരും കൂടി പോകാനുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് വിടുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഈ വിസ അടിച്ചത് നമുക്ക് പൊതിഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചപ്പോൾ ഇത് നിങ്ങളുടെ വിസയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ലായിരുന്നു. എയർപോർട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പാസ്പോർട്ട് തരുന്നത്. ഇതുകൊണ്ട് നമ്മൾ ദുബൈയിൽ ഇറങ്ങിയിട്ട് ദുബൈയിൽ വേറൊരു ഒരു സ്ഥലത്തേക്ക് വിട്ടു. അവിടെ ഒരു സ്ത്രീയുണ്ട്, അവരാണ് ഈ പാസ്പോർട്ടിനകത്ത് ഈ വിസയൊക്കെ ഒട്ടിക്കുന്നത്. നമ്മളുടെ കയ്യിൽ നിന്ന് ഈ സ്റ്റാമ്പ് വാങ്ങിക്കും. അവർ വാങ്ങിച്ചിട്ട് പറയും അത് തരാൻ പറഞ്ഞിട്ട് അവരതൊക്കെ ഒട്ടിച്ചിട്ട് വീണ്ടും നമ്മളെ ഈ മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെയുള്ള എല്ലാ ഇതിനും അറബികളാണ് കൂട്ടുനിൽക്കുന്നത്. അറബികള് ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയി ചതിക്കുകയാണ്. അല്ലാണ്ട് ഇവർ വലിയ സേവനമൊന്നുമല്ല ചെയ്യുന്നത്. ഈ പാവപ്പെട്ട ആളുകളെ കരുതിക്കുട്ടി കൊണ്ടുപോയി അവിടെ ഒരു പ്രത്യേക തരം കള്ളവിസ അടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലോബി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ലോബി ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയി വഞ്ചിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരാണ്. അത് മലയാളി മാത്രമല്ല, ഇന്ത്യക്കാരൻ മാത്രമല്ല, അറബിക്കും വലിയ പങ്കുണ്ട് എന്നുള്ളത് അറബി ലോകം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ഈ 2 മാസമായിട്ടും ഏജന്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൈരളി ചാനലിൻ്റെ സഹായത്തോടു കൂടിയും മഞ്ജു മാഡവും മണിക്കുട്ടൻ സാറും കൂടി സഹായിച്ചിട്ടാണ് ഇവിടെ കയറി വരാൻ ഇടയായത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാല് തളർന്ന ഒരു അവസ്ഥയിൽ, നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നേനമായിരുന്നു. ഇപ്പം അല്പം നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല, സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി പോണില്ല, ജോലി ചെയ്ത് ജീവിക്കും. ഭാരം എടുത്ത് നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഒരുപാട് നന്ദിയാണ് എല്ലാവരും സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങളുടെ ആരോഗ്യത്തിന് പറ്റുന്ന ജോലികൾക്കൊക്കെ ധാരാളം സാധ്യത ഉണ്ട്. ജബ്ബാറിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ.
ഇവിടെ ജബ്ബാറിൻ്റെ ഭാര്യയും മകനും തീ തിന്നാണ് ജീവിക്കുന്നത്. അത് നമ്മൾ നേരിട്ട് കണ്ടു. പക്ഷെ ഇതിനപ്പുറം പ്രശ്നങ്ങളിലൂടെയും കഠിനമായ ദുർഘട വഴികളിലൂടെയും ആയിരിക്കാം ജബ്ബാർ അവിടെ ജീവിക്കുന്നത്. ഇതിനെല്ലാം കാരണമാവുന്നത് അവിടുത്തെ നിയമങ്ങളും അവസ്ഥകളുമാണ് ഈ മനുഷ്യരെയൊക്കെ മാറ്റിമറിക്കുന്നത്. ജബ്ബാറിന് ഒരിക്കലെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി തിരികെ നാട്ടിലെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.